കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ഒരുപാട് അലട്ടുന്നുണ്ട്. ചിലപ്പോൾ പുറമേ കാണുന്ന പോലെ അവർ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ പല രീതിയിലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. റിയാലിറ്റി അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ അവർ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ തന്നെ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷൻ കുറച്ച് ഒരു സ്ട്രഗിൾസ് നിറഞ്ഞതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഹാപ്പി ആയിട്ടും പോകുന്ന ഒരു സിറ്റുവേഷനിലല്ല അവരെന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. 3 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് വാണ്ട്സും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാനും റീയൂണിയന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഈ ഒരു സമയത്തും ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ഒരു എഫോർട്ടും എടുക്കുന്നില്ല, ഈ ഒരു അവസ്ഥയിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റും ഒന്നും ചെയ്ത് മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഫൈവ് വാട്സൺ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പരാജയപ്പെട്ടു പോകുന്നൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരുപക്ഷെ ഇവർക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കാം ചിലപ്പോൾ ഇതിന് ഇടയിൽ നിൽക്കുന്നത് തടസ്സമായിട്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏജ് ഡിഫറൻസോ കാസ്റ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ളൊരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ തമ്മിൽ കുറച്ചധികമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. സോ അതിനെ ചൊല്ലിയൊക്കെ ആയിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെങ്തോടു കൂടി നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രെങ്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷനിലും അവർ ഒന്നും ചെയ്യാണ്ടിരിക്കുകയല്ല, പക്ഷെ അവർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും എത്തുന്നില്ല, എങ്ങും എത്തുന്നില്ല എന്ന് പറയുന്ന പോലെ എത്ര ശ്രമിച്ചാലും ഒരു പെർസെൻറ്റേജ് പോലും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ ഒരു പെർസെൻറ്റേജ് പോലും ഒരു പ്രോഗ്രസ് കാണിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ. സോ ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. മേ ബി അതായിരിക്കണം തുടക്കത്തിൽ തന്നെ ഇവിടെ ഫൈവേഴ്സ് വാട്സിൻ്റെ എനർജിയൊക്കെ കാണിച്ചു തന്ന പോലെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ അതിയായിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകളുണ്ട്. ഒരുപാടായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അന്ന് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊരു ഭയങ്കര വാല്യുബിളായിട്ടൊന്നും തന്നെ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര പ്രേഷ്യസ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരിതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. വളരെ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിൽ കൂടിയും അതൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു, ആ ഒരു മൊമെൻറ്റ്സുകളും ഓർത്തെടുക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം, വോയിസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറീസ് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു ഓരോ മൊമെൻറ്റ്സും ഭയങ്കര പ്രീഷ്യസ് ആയിട്ട്, അതായത് കടന്നു പോയിട്ടുള്ള ഓരോ നിമിഷങ്ങളും അപ്പോൾ അതിനൊന്നും വലിയ വാല്യുബിളായിട്ട് അല്ലെ ആ ഒരു ടൈമിൽ ഭയങ്കര വാല്യുബിളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓരോ മൊമെൻറ്റും അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്ന പോലെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട്, ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എത്രത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു, ഇനി അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ അതിയായിട്ടുള്ള വിഷമങ്ങളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഒരുപാട് സങ്കടങ്ങളും അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൻ്റെ വിഷമവും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അത്തരം ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പിൽ റീബർത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്.
ഒരു പക്ഷെ നിങ്ങളും ചിലപ്പോൾ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇൻ കേസ് അല്ല അപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളായിട്ട് തന്നെ എഫോർട്ടൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവരൊരു രീതിയിലും ഒരു എഫോർട്ടും എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ റീഡിങ്ങിൽ കാണുന്നത് ഈ ഒരു പേഴ്സൺ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഏൽക്കുന്നില്ല. അവരവരുടെ ഒരു 100% ഡെഡിക്കേഷനോട് കൂടി തന്നെ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും ഒരു 1% പോലും റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര വിഷമത്തിലാണ്. നിങ്ങളും ചിലപ്പോൾ അവരെ ആ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ ചെയ്തത് പലപ്പോഴും ഫോൾട്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ അതുകൂടി അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യങ്ങളും ഒക്കെ തന്നെ അവർ എന്തുകൊണ്ടൊക്കെയോ ഒരു ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയും, അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാടായിട്ട് മിസ്സ് ചെയ്യുന്ന എനർജിയും, റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ അവർക്കൊരു വിഷമം ഒക്കെ കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് ലോൺലിനെസ് കാർഡായിരുന്നു. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ ഈ ഒരു സമയത്ത് ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു കാര്യം വീണ്ടും വീണ്ടും തന്നെ ക്ലാരിഫൈ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ വീണ്ടും കിട്ടുന്ന എനർജി അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ തന്നെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ പേരിലും ഈ ഒരു പേഴ്സണെ ഒരുപാട് ഈ ഒരു വളരെ വേണ്ടപ്പെട്ടിട്ട് മേ ബി ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കണം കുറച്ചൊരു ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കാര്യത്തിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സൺ ഇറ്റ്സ് ഓക്കെ ആണ്. നിങ്ങൾ 100% അവർക്ക് ഭയങ്കര മീൻസ് നിങ്ങളെ ഒരു രീതിയിലും മാറ്റി നിർത്താനായിട്ട് അവർ തയ്യാറാവുന്നില്ല. പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് ഡിഫറൻസസ് കാണുന്നുണ്ടായിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെയൊക്കെ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനും മറ്റുമായിട്ട് ഒരുപാട് പേര് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് എതിരായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും മൊത്തത്തിൽ അവരൊരു ഒറ്റപ്പെടലാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളും കൂടെയില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് നിൽക്കുന്നൊരു എനർജി ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാർഡായിരുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണുള്ള മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. ഈ ഒരു പേഴ്സണ് കുറച്ചെങ്കിലും നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുകൂടി ഒരു വിഷമം. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടില്ല. പലപ്പോഴും അവരെ മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ തന്നെ പല രീതിയിൽ മുൻപോട്ട് വരാൻ ശ്രമിച്ചിട്ട് പോലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ വാക്ക് അതൊക്കെ തന്നെ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് തോന്നിയിട്ടുണ്ട് അവരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ഇല്ലേ എന്ന് പോലും. ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടും എല്ലാ കാര്യത്തിനും നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടും നിങ്ങൾ പലപ്പോഴും അവരെ മനസ്സിലാക്കാത്ത പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അത്തരം ഒരു തോട്ട്സ് അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് ചെറിയൊരു വിഷമം കാണുന്നുണ്ട്. അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല, അവർ പറഞ്ഞ പലതും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഒരു വിഷമമുള്ളതായിട്ടും ഇവിടെ ഫീൽ ചെയ്യും.